ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കമ്പം വരെ പോവാ. കമ്പത്ത് വെച്ച് കട്ട എടുത്തോണ്ട് വരാം, സിമെന്റ് കട്ട. ഇപ്പറും കൊണ്ടാ നമ്മളിന്ന് കമ്പത്തിന് പോന്നേ. രാവിലെ ഒരു ലോഡ് കട്ട എടുക്കാൻ പോയായിരുന്നു ഞാൻ. രാവിലെ പോയിട്ട് വന്നപ്പം ആ കട്ട ഇറക്കിയ സൈറ്റിൽ ചെന്നപ്പോഴേ എടുത്തോണ്ട് വന്ന കട്ട മാറിപ്പോയി. അപ്പൊ ആ കട്ട തന്നെ ഇതും ആ കട്ട വേറെ പണിക്കാരെ വെച്ച് മാറ്റി കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് ഇറക്കി. എന്നിട്ട് ഇപ്പൊ വൈകുന്നേരം അവർക്ക് വേറെ കട്ട ഇനി എടുത്തു കൊടുക്കണം. എടുക്കാൻ പോവാ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോക്ക് കണക്കിയല്ല. എല്ലാവരും കൂടെ കയറ്റി എങ്ങനെ കൊണ്ടുപോകാനാ? എല്ലാരും കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവർക്കൊന്നും വണ്ടിയില്ലേ? ഒത്തിരി പേരുണ്ട്. വണ്ടിയില്ലേ? അവര് ബസ്സിന് വരാനായിട്ട് നിക്കുന്ന. പിന്നെ എന്നാ കൈ കാണിക്കുന്നേ? അവര് താഴോട്ട് പോകാനായിട്ട്. അതെനിക്കും അറിയാം. അവരേ ഏലക്കാട്ടി കായ എടുക്കാൻ വന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നവരാ. അതിലൊരു 4 പേരെ ഞാൻ രാവിലെ വന്നപ്പോ ഇതാ കയറ്റിക്കൊണ്ട് വന്നാ. പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ വണ്ടി നിർത്താൻ പോയാല് 50 പേരും വണ്ടിക്കകത്ത് കയറും. അവസാനം വല്ല RTO വല്ലതും പിടിച്ചെങ്കിൽ നമുക്ക് കേസാവും. അപ്പൊ എന്നോട് പറഞ്ഞ് ഇനിയും വേണമെങ്കിൽ നമ്മള് കാട്ടി കായ എടുക്കാൻ നേരം ആളില്ലെങ്കിൽ അവര് വരാന്നൊക്കെ പറഞ്ഞു. നമ്പരും ഒക്കെ വാങ്ങിച്ചായിരുന്നു. അവര് പണിയില്ലാത്തപ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ നിർത്തിയാ അവിടെ ഒരു 50 പേരേലും ഉണ്ട്. എല്ലാരും കൂടെ വണ്ടിയിൽ കയറും. രാവിലെ താഴെ വെച്ച ഒരു പോലീസുകാർ എന്നെ അവിടെ പിടിച്ചു നിർത്തിയായിരുന്നു ചെക്കിങ്ങിന്. എന്നാലും ഞാൻ വണ്ടി നിർത്തിയപ്പോ അവര് ഓടി വന്ന് വണ്ടിക്കകത്ത് കയറി വരെ പിന്നെ ഇറക്കി വിടാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഭയങ്കര കുലുക്കവാ. മഴ പെയ്യുവോ? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് തൂളുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. നീ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? നീപ്പം എന്റെ കൂടെ വണ്ടിയെ കൊണ്ടുപോയെന്നൊക്കെ പറയുവോ? റോഡ് ഭയങ്കര ഇപ്പൊ ഈ റോഡ് വണ്ടി കയറിയേ. നീ എന്റെ കൂടെ വഴക്കുണ്ടാക്കി വന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനെ കൂടെ പറഞ്ഞോ. അവിടെ ഇപ്പം വലിയ വണ്ടി വളവ് തിരിഞ്ഞ് കയറി വരുമ്പോഴേ ഹെയർപിൻ ബെൻഡ് ആയതുകൊണ്ട് നീളമുള്ള ബസ്സുകളൊക്കെ വരുമ്പോഴത്തേക്കും തിരിഞ്ഞു വരാൻ പാടാം, ലോറിയൊക്കെ. അപ്പോൾ നമ്മള് ഇവിടെ നീ താഴോട്ട് നോക്കണം. ഇവിടെ നീ താഴെ നമ്മൾ കാറേ വരുമ്പോ ഇറങ്ങി നല്ല കണ്ടായിരുന്നു. ലോറിയെ വരുമ്പോ അങ്ങനെ ഉണ്ട്. അതുണ്ടോ ഒരു പുക പോന്നേ? പുകയല്ല, മഞ്ഞല്ലേ. അല്ല, ഭയങ്കരമായിട്ട് പുക. ആണോ? വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ലോറിയുടെ എല്ലാം തിരക്കായില്ലേ. ഇനിയിപ്പം രാത്രി മുഴുവൻ വലിയ വണ്ടികളായിരിക്കും. അതെ, നമുക്കൊരു ഭാരത് ബെൻസ് മേടിച്ചാലും എന്നിട്ട് ഇതുപോലെ ലോഡും കൊണ്ടുപോവാം. വേണ്ട, ഇതൊക്കെ മതി. ഈ സമയം ആയപ്പോഴത്തേക്കിനുവേ പണിക്കാർ വണ്ടികളെല്ലാം ഏതാണ്ട് ഇറങ്ങി തീർന്നു. സന്ധ്യ ആകാറായില്ലേ. പണിക്കാരെല്ലാം പോയി. രാവിലെ ഈ വണ്ടികളെല്ലാം കയറി വരും. ആ ഭാഗമൊക്കെ നല്ല രസമല്ലേ. ഇപ്പൊ ചോളമൊക്കെ ഉണ്ട്. നേരെ നല്ല ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി തോട്ടമല്ലേ. ഞാൻ ഇവിടെ രാവിലെ ഇതാ ബൈപ്പാസ് ജംഗ്ഷനായി. ഇവിടെ രാവിലെ ഇവിടെ വന്നപ്പോ എന്നെ ഇവിടെ പോലീസുകാർ പിടിച്ചു നിർത്തിയപ്പോഴാണ് ഓടി വന്ന് എല്ലാവരുടെ വണ്ടിക്കകത്ത് കയറി. ഇവിടുത്തെ ഒരു ശകലം ദൂരമേ ഉള്ളൂ. നമ്മൾ അധികം ലോഡ് എടുക്കാനൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മള് പുതുതായിട്ട് തുടങ്ങിയതല്ലേ. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് വരണം. നേരെ പോകുന്നത് ദിണ്ടിഗല്, മധുരൈ, ചെന്നൈ, തേനിയൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് എന്തായാലും ദൂരം ഉണ്ടെന്ന് അറിയാമോ? 1.5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മള് ലോഡ് കയറ്റാനുള്ള സ്ഥലമായി. ഇത് കയറ്റി തിരിച്ച് എല്ലാം കൂടെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തിരിച്ച് കയറി ചെല്ലാം. നമ്മള് കറക്റ്റ് ഒരു ശക്കലം ദൂരം ഓടി പോകുന്നു വന്നില്ലേ ഇവിടെ. ഇവിടുന്ന് ഒരു ദൂരമില്ല. അങ്ങോട്ട് ചെല്ലുന്ന ആ കാണുന്ന സ്ഥലമാണ്. 1.5 കിലോമീറ്റർ പോയിട്ട് 1/2 കിലോമീറ്റർ പോലും വന്ന് കാണത്തില്ലല്ലോ.
അതേ ഉള്ളൂ മൊത്തത്തിൽ. ഞാൻ രാവിലെ ഇവിടെ വന്ന് എടുത്തല്ലേ, ആ വെളുപ്പിനെ വന്നാ. പക്ഷേ ഇതാണ് നമ്മുടെ കട്ട കയറ്റുന്ന സ്ഥലം. രണ്ട് വലിയ വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. ആ അതുപോലെ ലോഡൊക്കെ ഇടുന്ന വണ്ടിയാണ്. അവന്മാര് എങ്ങനെയുണ്ട് കട്ടക്കുളമൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. നല്ല ഏരിയ ഉണ്ട്, ആ ഇഷ്ടം പോലെ കട്ടയുണ്ട്. അതെ. ഇതുണ്ട് ഇന്ന് പിടിച്ചു വെച്ചേക്കുന്ന ഇത്. അതല്ല ഇനി ഉണങ്ങണോ? ഇനി ഇതെല്ലാം ഉണങ്ങി നല്ല റെഡി ആകണം. ഇത് ഇത്രയും കട്ട പിടിച്ചിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. ഒത്തിരി കയറ്റിക്കൊണ്ട് പോയി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഒരു ഈ ചുറ്റിനും കൃഷി സ്ഥലങ്ങളാണ്. അങ്ങോട്ടാ കമ്പം ടൗണൊക്കെ കിടക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഹൈവേയുടെ തൊട്ടടുത്തല്ലേ? അതെ, ഹൈവേയുടെ തൊട്ടടുത്തായതുകൊണ്ട് വണ്ടികൾക്കെല്ലാം വന്ന് കയറ്റി പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഏത് സമയത്ത് വന്നാലും ലോഡിംഗ് ഉണ്ട്. രാത്രി ഈ ഒരു 7-8 മണി വരെയൊക്കെ കയറ്റും. പിന്നെ വെളുപ്പിനെ ഒരു 3 മണി 3:30 മുതൽ വീണ്ടും വണ്ടികൾ വരാൻ തുടങ്ങും. ഇന്ന് മാനേര് ബില്ല് കൊണ്ട് തന്നിട്ട് പോയതാ, പുള്ളിക്ക് വീട്ടിൽ പോകണ്ടേ. ശരിയാ. കണ്ടോ വച്ചേ കിടക്കുന്ന മുമ്പേ പറഞ്ഞല്ലേ നമുക്ക് ഒരു ഭാരത് ബെൻസ് എടുക്കാന്ന്. ഭാരത് ബെൻസ് 12 വീല് ടിപ്പറാ കിടക്കുന്നത്. നമുക്ക് ഒരെണ്ണം പഴയതും ഒരെണ്ണം പുതിയതും. പുതിയതിന്റെ ഗ്രില്ല് കണ്ടോ? ഗ്രില്ല് വ്യത്യാസമുണ്ടല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നമുക്ക് ഒരെണ്ണം എടുക്കാം ഉടനെ. ഒരെണ്ണം എടുക്കണമെന്നൊക്കെ കൊണ്ടായിരിക്കുന്നേ. ഇതിന്റെ CC ഒക്കെ തീർന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. എനിക്ക് ഭാരത് ബെൻസ് ഭയങ്കര ഇഷ്ടം. ഈ ടിപ്പറാ ഇഷ്ടം, മറ്റേ അല്ല, പ്ലാറ്റ്ഫോം വണ്ടിയല്ല. ടിപ്പറാണ് ലോഡ് ഇറക്കണ്ടല്ലോ, കുത്തിയാ മതി അല്ലേ? എനിക്ക് ഇത് കൂട്ടാ ഇഷ്ടം. 12 വീല്. 10 വീലും പോരാ, 12 വേണം അല്ലേ? നല്ല രസമല്ലേ കാണാൻ? നല്ല രസമാണ് കാണാനല്ല, ഓടിക്കാനും നല്ല രസമാണ്. നമ്മളങ്ങനെ സന്ധ്യ ആവാറായപ്പോഴത്തേനും ലോഡൊക്കെ കയറ്റി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയേക്കാം. ഇനി നമുക്ക് കേരളം പിടിക്കാം. കുറച്ചു ദൂരമേ ഉള്ളൂ, എന്നാലും. ഇനി നമ്മള് കയറി ചെല്ലാൻ എത്ര നേരം എടുക്കും വച്ചേ? കാറിനാണെങ്കിൽ നമ്മള് പെട്ടെന്ന് ചെല്ലുകയല്ലേ? ഇത് ഇഴഞ്ഞു പോന്നേ. ഇനിയിപ്പോ ലോഡ് വണ്ടി ആയതുകൊണ്ടേ അതൊക്കെ മേളിൽ കയറി ചെല്ലത്തുള്ളൂ. കുറെ സമയം എടുക്കും, 1/2-3/4 മണിക്കൂറേലും. അച്ഛ ചെക്ക് പോസ്റ്റിലേക്ക് ഇറങ്ങി പോയേക്കുവാ കേട്ടോ. അപ്പൊ നമ്മള് കമ്പംമെട്ടി ചെക്ക് പോസ്റ്റ് ആയി. കുഞ്ഞേ, ചെറുകൊടുത്തി കമ്പത്തൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആണോ? ടിപ്പർ യാത്രയൊക്കെ സുഖകരമായിരുന്നോ? സുഖകരം ആയിരുന്നു. ആണോ? പെട്ടെന്ന് പോയിട്ട് വന്നല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാച്ച? കുറച്ച് നാളുകൾക്ക് ശേഷം ജിമ്മിൽ പോയിട്ട്. രണ്ടാഴ്ചയായിരുന്നു അല്ലേ? 2 ആഴ്ച, 1 മാസം ആയോ? ഒക്ടോബർ പകുതിയായപ്പം പകുതിക്ക് മുന്നേ, ഇപ്പൊ നവംബർ പകുതിക്ക് മുന്നേ ആയിരിക്കും 1 മാസം. എങ്ങനെയുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട്? കൊള്ളാം, നല്ല സുഖമുണ്ട്. ജിമ്മിൽ പോകാതെ എന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ? വിഷമം മാറിയോ? മാറി. അപ്പൊ ഇനി എന്നാ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് മറ്റേ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് മുട്ടയൊക്കെ കഴിച്ചിട്ട് പോയിരുന്ന് പഠിച്ചോ കേട്ടോ, സമയം കളയണ്ട. നമുക്കൊരു ചെറിയ പണിയുണ്ട്. ചെറിയ പണി എന്ന് പറഞ്ഞാൽ, ഇന്നലെ അച്ചമ്മച്ചിക്ക് വേണ്ടിയിട്ട് മറ്റേ ചുമ പോകാനായിട്ട് പതിര് വാങ്ങിച്ചില്ലായിരുന്നോ? അതിനെ നമ്മൾ ഇന്നലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചൊക്കെ വെച്ചായിരുന്നു. ഇന്ന് അതിനെ നമുക്ക് കുറച്ചൊന്ന് വിപുലീകരിച്ചെടുക്കാം. എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മളെ അത് പതിരിങ്ങനെ നന്നായിട്ട് വേവിച്ച് വെച്ചതായിരുന്നേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും. ഈ ചാറ് എടുത്തില്ലായിരുന്നോ? കുടിച്ചായിരുന്നോ? അത് എടുത്ത് അച്ചമ്മച്ചി കുടിച്ചായിരുന്നു. എനിക്ക് തന്നില്ല കേട്ടോ. അത് ഇനിയും കുടിക്കാവോ? ഇനിയും കുടിക്കാം. എനിക്ക് വേണം, എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ചമ്മച്ചി തന്നില്ല, ഞാൻ കണ്ടില്ല. നിങ്ങൾ ഇന്നലെ കുടിച്ചില്ലായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല അതെടുത്തത്. ആണോ? സ്കൂളിൽ പോയപ്പോലെ ആയിരിക്കും ചുമച്ച്. ഇതിപ്പം ചൂടാകുമ്പോ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. എന്നിട്ട് തരണേ. കഴിയുമ്പോ അതിനകത്തുനിന്ന് എടുക്കാം. ഇതെന്നതൊക്കെയാ? ഇത് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനകത്തിട്ട് നമുക്ക് കുറച്ച് മീറ്റ് മസാലയും
കുറച്ച് പെരിഞ്ചീരകം ചതച്ചും കൂടി ഇട്ട് കൊടുക്കാവേ. ഓക്കെ, സെറ്റായോ? ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പതിരിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനം പതിര് കോരിയിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. എല്ലാം ഇട്ട് കൊടുക്കാവേ. ഇട്ട് ഇനി ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇളക്കി ഉണക്കി എടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളകും കൂടി ഇടാം. ഞാൻ കുരുമുളക് ഇട്ടിട്ടേ എരിവ് കൂടുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എരിവ് നമുക്ക് പിടിക്കൂല. എരിവ് ഒന്നും എന്തായാലും കേട്ടോ, പഞ്ചാര ഇടാതിരുന്നാ മതി. അത് കൊള്ളാം. നല്ല ടേസ്റ്റ് ആയിരിക്കുമോ? സെറ്റായോ? ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങിയാൽ മതി. എല്ലാം നല്ലപോലെ ചേർന്നു. വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ട് ചേർന്നു. ലാസ്റ്റ് പരിപാടി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചൂടോടെ കഴിക്കണം കേട്ടോ. ഇത് തണുത്ത് പോയാൽ പിന്നെ കഴിക്കാൻ പാടായിരിക്കും. സെറ്റായി. ഇതൊരു 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഓക്കെ. നല്ല ഡാർക്ക് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ പരീക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കിയോ? എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.